ശ്ലോകം 4. മായാസന്നിഹിതോ പ്രവിഷ്ടവപുഷാ സാക്ഷീതിഗീതോ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബതോ വിവിശിവാൻ ജീവോऽപി നൈവാപരഃ കാലാദിപ്രതിബോധിതാഥ ഭവതാ സംജ്യോതിതാ ച സ്വയം മായാ സാ ഖലു ബുദ്ധിതത്വമസൃജത് യോऽസൗ മഹാനുച്യതേ. മായാ സന്നിഹിതഃ അപ്രവിഷ്ടവപുഷാ സാക്ഷി ഇതി ഗീതഃ ഭവാൻ ഭേദൈഃ താം പ്രതിബിംബതഃ വിവിശിവാൻ ജീവഃ അപി ന ഏവ അപരഃ കാലാദിപ്രതിബോധിത അത ഭവതാ സംജ്യോതിത ച സ്വയം മായാ സ ഖലു ബുദ്ധിതത്വമസൃജത് യഹ അസൗ മഹാൻ ഉച്യത്തെ. അർത്ഥം: മായാ സന്നിഹിതഃ, മായയിൽ സന്നിധാനം മാത്രം ചെയ്തവനും, അപ്രവിഷ്ടവപുഷ എന്നാൽ മായയിൽ പ്രവേശിച്ചിട്ടില്ലാത്ത സ്വരൂപത്തോടു കൂടിയവനുമായ ഭവാൻ സാക്ഷി ഇതി ഗീതഃ, അങ്ങയെ ഭഗവാനെ അങ്ങയെ സാക്ഷി എന്നാണ് പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത്. അതായത് ഭഗവാൻ പ്രപഞ്ചത്തെ സൃഷ്ടിക്കണമെന്ന് ഇച്ഛിച്ചപ്പോൾ ഭഗവാൻ തന്നെ ഒന്ന് നോക്കി, ഭഗവാന്റെ ആ ഈക്ഷണം കൊണ്ട് കിട്ടിയപ്പോഴാണ് മായ ഉണർന്നത്. അതാണ് പറയുന്നത്, മായയിൽ ഭഗവാൻ സന്നിധാനം ചെയ്തു, അപ്പോഴാണ് മായ ഉണർന്നത്. എന്നാൽ മായയുടെ ആവരണത്തിൽ പ്രവേശിച്ചിട്ടില്ലാത്ത സാക്ഷാൽ പരമാത്മാവ്, അങ്ങനെയുള്ള മായയിൽ സന്നിധാനം ചെയ്തിട്ടുണ്ട്, എന്നാൽ മായയിലേക്ക് മായയിൽ പെട്ടുപോയിട്ടില്ല, മായയുടെ ആവരണത്തിൽ പ്രവേശിച്ചിട്ടില്ലാത്തതുമായ സ്വരൂപത്തോടു കൂടിയ ആ പരമാത്മാവിനെയാണ് സാക്ഷി എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ, എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ, ആ പരമാത്മാവ്. ഭഗവാനെ സാക്ഷി എന്ന് വിളിക്കാൻ കാരണം മായയെ ഉണർത്തിയത് ഭഗവാനാണ്. എന്നാൽ മായയിൽ പെട്ടിട്ടില്ലാത്ത, മായയിൽ നിന്നും പൂർണ്ണമുക്തനായി നിത്യമുക്തനായി നിൽക്കുന്ന സ്വരൂപത്തോടു കൂടിയവനാണ് സാക്ഷാൽ ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ സകലതിനും സാക്ഷിയായിരിക്കുന്നവൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ താം ഭേദൈ പ്രതിബിംബതഃ, ആ മായയിൽ ഉപാധിഭേദങ്ങളോടെ, മായയുടെ ഉപാധിഭേദം എന്ന് വെച്ചാലേ അതിനർത്ഥം മായ സ്വീകരിക്കുന്ന ശരീരങ്ങൾ, അതാണ് സ്വരൂപങ്ങൾ. മായ പല പല സ്വരൂപങ്ങളായിട്ട് ശരീരങ്ങളായി മാറുന്നു, അതിനെയാണ് ഉപാധി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നമ്മുടെ വീട്ടിൽ കറണ്ട് ഉണ്ടെങ്കിൽ, ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ നമ്മളത് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അല്ലേ, ഇലക്ട്രിസിറ്റി ഉണ്ടെന്ന് അറിയാൻ നമ്മൾ ഫാൻ ഇട്ട് നോക്കുമ്പോൾ, ഫാൻ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്കത് ഉണ്ട്, ഇലക്ട്രിസിറ്റി ആ വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുക. അതുപോലെ ലൈറ്റ് ഓൺ ആവുമ്പോൾ, ടി വി ഓൺ ചെയ്യുമ്പോൾ, മിക്സി വർക്ക് ചെയ്യുമ്പോഴൊക്കെയാണ് കറണ്ട് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത് ഇലക്ട്രിസിറ്റിയുടെ ഉപാധികളാണ് ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ. അത് ഉണ്ട് എന്നറിയാനുള്ള ശരീരരൂപങ്ങളാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ. ഇതുപോലെ തന്നെ മായ സ്വീകരിക്കുന്ന മായയുടെ ഉപാധി എന്ന് പറയുന്നത് ഈ ശരീരങ്ങളാണ്. സർവചരാചരങ്ങളുടെയും ശരീരങ്ങളാണ് മായയുടെ ഉപാധി. അങ്ങനെയുള്ള ആ ശരീരങ്ങളിൽ വിവിശിവാൻ എന്ന് വെച്ചാൽ ആ ശരീരങ്ങളിൽ പ്രതിബിംബതഃ വിവിശിവാൻ, പ്രതിബിംബമായിട്ട് പ്രവേശിച്ച ഭഗവാൻ തന്നെ ആണ് ജീവഃ അഭി, ജീവാത്മാവായിരിക്കുന്നത്, അപരഃ ന ഏവ, മറ്റാരുമല്ലാന്ന്. അതായത് എല്ലാ ശരീരങ്ങളുടെ ഉള്ളിലും ജീവനായിട്ടിരിക്കുന്നത്, ജീവാത്മാവായിരിക്കുന്നത് ആ സാക്ഷാൽ പരമാത്മാവ് തന്നെയാണ്. എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന ആ പരമാത്മാവ് തന്നെയാണ് സകല ശരീരങ്ങളുടെ ഉള്ളിലും ജീവനായി തുടിക്കുന്നത്, ജീവാത്മാവായിരിക്കുന്നത്, മറ്റാരുമല്ലാന്ന്.
അപ്പോൾ വിശാലമായ പരമാത്മാവും ഒരു ശരീരത്തിലിരിക്കുന്ന ആ പരമാത്മാവിൻ്റെ പ്രതിബിംബമാണ് ജീവാത്മാവ് എന്ന് പറയുന്നതും. നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ആകാശം എത്ര വിശാലമാണ്, ഈ സ്പേസ് എന്ന് പറയുന്നത്. അത് ആ ആകാശത്തെ, വിശാലമായ ഈ ആകാശത്തെ നമുക്ക് പരമാത്മാവായി കണക്കാക്കാം, സങ്കല്പിക്കാം. ഇനി ആ ആകാശത്ത് നമ്മളൊരു പാത്രം വെക്കുകയാണെന്ന് വിചാരിക്കാം. ആ പാത്രത്തിൻ്റെ ഉള്ളിലുമുണ്ട് ഈ സ്പേസ്, അല്ലെ? ഒരു കുടം ആ ആകാശത്ത് വെച്ചു. അപ്പൊ ആ സ്പേസ്, ആ പാത്രത്തിന്റെ അല്ലെങ്കിൽ ആ കുടത്തിന്റെ ഉള്ളിലും ഉണ്ട് ഈ ആകാശം എന്ന് പറയുന്നത്. കുഞ്ഞാകാശം ആ പാത്രത്തിന്റെ ഉള്ളിലും ഉണ്ട്. ആ കുടത്തിന്റെ ഉള്ളിലിരിക്കുന്ന ആകാശം ജീവാത്മാവും, പുറമേ ഇരിക്കുന്ന കുഞ്ഞാകാശത്തെ ജീവാത്മാവും, വിശാലമായ ആകാശത്തെ പരമാത്മാവ് എന്നും വിളിക്കും. അപ്പോ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു സത്യം, എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന ഒരേ ഒരു സത്യം പരമാത്മാവ്. ഓരോ ശരീരങ്ങളിൽ ഇരിക്കുന്ന ആ ശക്തിയെയാണ് നമ്മൾ ജീവാത്മാവ്. ആ പരമാത്മാവ് തന്നെയാണ് ഒരു ശരീരത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. വിശാലമായ ആകാശം തന്നെയാണ് കുടത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതും, ഒരേ ആകാശം തന്നെ. പക്ഷെ കുടത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആകാശത്തെ നമ്മൾ കുഞ്ഞാകാശം എന്ന് വിളിക്കും. അതാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. ശരീരത്തിനുള്ളിലിരിക്കുന്ന ചൈതന്യം ജീവാത്മാവ്, വിശാലമായി പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം പരമാത്മാവും. ഈ ശരീരം ഒന്ന് പൊട്ടിയാൽ രണ്ടും ഒന്ന് തന്നെ. ആകാശത്ത് നിൽക്കുന്ന ഈ കുടം അല്ലെങ്കിൽ പാത്രം ഒന്ന് പൊട്ടിയാൽ ആ കുഞ്ഞാകാശവും വിശാലമായ ആകാശവും ഒന്ന് തന്നെയല്ലേ? അതിനെ വേർതിരിപ്പിക്കുന്നത് ഈ ശരീരമാണ് എന്ന് പറയുന്നത് പോലെ, മായയുടെ ഉപാധികളാകുന്ന ഈ കാണുന്ന ശരീരങ്ങളിലൊക്കെ ജീവനായി തുടിക്കുന്നത് ആ ഒരേ ഒരു ചൈതന്യം ജീവാത്മാവ് തന്നെ. ആ പരമാത്മാവ് തന്നെയാണ് ജീവാത്മാവായിരിക്കുന്നത്, മറ്റാരും അല്ല. നമ്മൾ ശബരിമലയിൽ പോകുമ്പോൾ 18 പടിയും ചവിട്ടി മുകളിലെത്തിയ നമ്മൾ ആദ്യം കാണുക തത്വമസി, തത് ത്വം അസി, അത് നീ തന്നെയാകുന്നു. അതല്ലേ പറയുന്നത്, നീ ആരെയാണോ കാണാൻ വന്നേ അത് നീ തന്നെയാകുന്നു. അതായത് നമ്മുടെ ഉള്ളിൽ തുടിക്കുന്ന ആ ജീവൻ തന്നെയാണ്, ആ ജീവാത്മാവ് തന്നെയാണ് പരമാത്മാവും. ഇത് രണ്ടും ഒന്ന് തന്നെ എന്നാണ് അവിടെ പറയുന്നത്. അധ കാലാദി പ്രതിബോധിത, അതായത് അനന്തരം കാലാദി പ്രതിബോധിത എന്ന് വെച്ചാൽ ആ പ്രകൃതി ക്ഷോഭിച്ചിട്ട് കാലം, അതിൻ്റെ കർമ്മം, സ്വഭാവം എന്നിവയാൽ ഉണർത്തപ്പെട്ടതും, ഭവത സംചോദിത ച, അങ്ങയാൽ നന്നായി പ്രേരിപ്പിക്കപ്പെട്ടതുമായ സമായ ഖലു, ആ മായ തന്നെ സ്വയം ബുദ്ധിതത്വത്തെ അസൃജത്, സൃഷ്ടിച്ചു. യഹ അസൗ, ഇതിനെയാണ്, ഈ ബുദ്ധിതത്വത്തെയാണ് മഹാൻ ഉച്യതേ, മഹത്തത്വം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ശ്ലോകത്തിലെ, ഈ 4ാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ ഭാഗത്തിൽ ഈശ്വരൻ, ജീവൻ എന്നിവരുടെ സ്വരൂപം, അപ്പൊ അതായത് ആ പരമാത്മാവും ജീവാത്മാവും എന്താണെന്ന് വിശദീകരിച്ചു. പിന്നീട് അവസാന ഭാഗത്തിൽ പ്രകൃതിയിൽ നിന്നും ഈ സൃഷ്ടി എങ്ങനെയാണ് ഉണ്ടായത് എന്ന ആ സൃഷ്ടിക്രമം, അതിൻ്റെ അതാണ് ആദ്യം മഹത്തത്വം ഉണ്ടായതിനെ കുറിച്ച്. ഈ പ്രപഞ്ചം ഉണ്ടായതിൻ്റെ ആരംഭത്തിൽ ആദ്യം മഹത്തത്വമാണ് ഉണ്ടായത്. അതിന് പ്രപഞ്ച സൃഷ്ടി രഹസ്യത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ആ നൈമിത്തിക പ്രളയത്തിലെ എല്ലാതും, പ്രപഞ്ചവും സകല ചരാചരങ്ങളും കാലം, കർമ്മം, ത്രിഗുണങ്ങളെല്ലാം ഭഗവാന്റെ ഉദരത്തിലേക്ക് ലയിച്ചു ചേർന്ന് ദ്വിപരാർദ്ധ കാലം ആ ഭഗവാനിൽ തന്നെ ലയിച്ച് കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ തന്നെ സ്വയം ഇച്ഛിക്കുകയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കണമെന്ന്. ആ ഇച്ഛ വന്നപ്പോൾ ഭഗവാൻ തന്നെ ഒന്ന് നോക്കി, തൻ്റെ ഉദരത്തിൽ ശയിക്കുന്ന ആ മുഴുവൻ സത്തയെയും, മുഴുവൻ ആ പ്രപഞ്ചത്തെയും ഭഗവാന്റെ നോട്ടം തട്ടിയപ്പോഴാണ് മായ ഉണർന്നത്. അങ്ങനെ മായ ഉണർന്ന് ആ മായയിൽ നിന്നാണ് പിന്നീട് എല്ലാം ഉണ്ടായത് എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ സാന്നിധ്യമുണ്ട് മായയിൽ, എന്നാൽ മായയുടെ ആവരണത്തിൽ നിന്നും നിത്യവും മുക്തമായി നിൽക്കുന്ന ആ പരമാത്മസ്വരൂപനായ ഭഗവാൻ തന്നെയാണ് സർവചരാചരങ്ങളുടെ ഉള്ളിലും ജീവനായി തുടിക്കുന്ന ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെ. അങ്ങനെ ആ ഭഗവാന്റെ നോട്ടത്താൽ ഇളകി മറിഞ്ഞ ആ മായയിൽ നിന്നും കാലം, കർമ്മം, സ്വഭാവം ഇവ
മായയെല്ലാം ഉണ്ടായി. അങ്ങനെ ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ട ആ മായ തന്നെയാണ് സ്വയം ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചത്. ഈ ബുദ്ധിതത്വത്തെയാണ് ആദ്യം മഹത്തത്വം എന്ന് പറയുന്നത്. ആ ഈശ്വരൻ എന്ന് പറയുന്ന ആ അവബോധം, മഹത്തത്വം എന്ന് പറഞ്ഞാൽ അതൊരു അവബോധമാണ്, യഥാർത്ഥ ബോധം. ആ ബോധസ്വരൂപനായ ഈശ്വരനെ അറിയാം. അത് ആദ്യം മായയിൽ നിന്ന് ആ മഹത്തത്വമാണ് ഉണ്ടായത്. അപ്പോൾ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ ആരംഭം, ആ സൃഷ്ടിക്രമത്തെക്കുറിച്ചാണ് ഇനി ഇവിടെ പറയുന്നത് എന്നർത്ഥം. ശ്ലോകം 5. തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാന സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹമിതി ഉദ്ബോധനിഷ്പാദകാ ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ ഖൽവസൗ സമ്പുഷ്ടം ത്രിഗുണൈസ്തമോദിബഹുലം വിഷ്ണോ ഭവത്പ്രേരണാത്. തത്ര അസൗ ത്രിഗുണാത്മകഃ അപി ച മഹാൻ സത്വപ്രധാനഃ സ്വയം ജീവേ അസ്മിൻ ഖലു നിർവികൽപം അഹം ഇതി ഉദ്ബോധ നിഷ്പാദകഃ ചക്രേ അസ്മിൻ സവികൽപബോധകം അഹം തത്വം മഹാൻ ഖലു അസൗ സമ്പുഷ്ടം ത്രിഗുണൈഃ തമഃ അതിബഹുലം വിഷ്ണോ ഭവത്പ്രേരണാത്. തത്ര അസൗ ച മഹാൻ. തത്ര അസൗ, ആ മായ തൊട്ടു മുന്നത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടല്ലോ, ആ മായ ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചത്. അപ്പോൾ ആ മായയിൽ ച മഹാൻ, ആ മഹത്തത്വമാകട്ടെ ത്രിഗുണാത്മകഃ അഭി, സത്വരജ തമോ ഗുണങ്ങൾ ചേർന്നതാണെങ്കിലും, അതാണ് ത്രിഗുണമാകുന്ന സത്വരജ തമോ ഗുണങ്ങൾ ചേർന്നതാണ് മഹത്തത്വം. മായ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വഭാവമാണ് സത്വരജ തമോ ഗുണങ്ങൾ. അപ്പൊ മായയിൽ നിന്നും മഹത്തത്വം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ മഹത്തത്വത്തിൽ സത്വരജ തമോ ഗുണങ്ങൾ ചേർന്നതാണെങ്കിൽ പോലും സത്വപ്രധാന, സത്വഗുണം ഏറി നിൽക്കുന്നതാണ് മഹത്തത്വം. മനസ്സിലായോ? അപ്പോൾ അസ്മിൻ ജീവേ സ്വയം, അത് എല്ലാ ജീവനിലും അത് നിർവികൽപം അഹം ഇതി, അതായത് ഞാൻ എന്ന ഒരു തോന്നലിനെ ഉദ്ബോധ നിഷ്പാദകഃ ഖലു, സ്വയമേ ഉളവാക്കുന്നുവെത്രേ. അതായത് മായയിൽ നിന്നും ആദ്യം മഹത്തത്വം സൃഷ്ടിക്കപ്പെട്ടു. മായയുടെ സ്വഭാവമായ സത്വരജ തമോ ഗുണങ്ങൾ അതിലുണ്ട് എങ്കിൽ പോലും മഹത്തത്വം സത്വഗുണമേറി നിൽക്കുന്ന അവസ്ഥയിലാണ് മഹത്തത്വം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ എല്ലാ ജീവൻകളിലും അത് ഒരു നിർവികൽപ ബോധത്തെ ഉണർത്തി. നിർവികൽപ ബോധം എന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിൽ ഞാൻ എന്നൊരു തോന്നല് നമ്മുടെ ഉള്ളിൽ അത് ഉണർത്തിയെന്ന്. അതായത് നമ്മുടെ കണ്ണും ചെവിയും നമ്മുടെ മൂക്കും നാക്കും തൊക്കും പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഒന്നും എല്ലാം അടച്ചു വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഒന്നും പ്രവർത്തിക്കുന്നില്ല, അത് അതിന്റെ കർമ്മങ്ങൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മൾ കണ്ണടച്ചും നമ്മൾ ചെവി അടച്ചൊക്കെ നിന്നാൽ പോലും നമ്മുടെ ഉള്ളിലെ നമ്മൾ ഒന്നും കാണുന്നു, കേൾക്കുന്നു, ഒന്നും സ്പർശിക്കുന്നു ഒന്നുമില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഞാൻ ഇവിടെ ഉണ്ട് എന്ന്, ഞാൻ എന്നൊരു തോന്നലുണ്ട്. അത് ആ തോന്നലെ മഹത്തത്വത്തിൽ നിന്നാണ് ആ തോന്നലുണ്ടായത്. അതാണ് ഇവിടെ പറയുന്നത്, മായ സത്വരജ തമോ ഗുണങ്ങൾ ചേർന്നതാണ് എങ്കിൽ പോലും അതിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട മഹത്തത്വം സത്വഗുണമേറി നിൽക്കുന്ന അവസ്ഥയിലാണ് മഹത്തത്വം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അത് എല്ലാ ജീവനിലും അതൊരു നിർവികൽപ ബോധത്തെ ഉണർത്തിയത്. അതായത് ഞാൻ എന്ന് നമ്മുടെ ഉള്ളിൽ അതൊരു സ്വയമേ നമ്മുടെ ഉള്ളിൽ ആ ബോധത്തെ അത് ഉണർത്തി. ഇനി അസൗ മഹാൻ ഖലു വിഷ്ണു, ഈ മഹത്തത്വം തന്നെ വിഷ്ണു, അല്ലയോ വിഷ്ണു ഭഗവാനെ, ഭവത് പ്രേരണാത്, അവിടത്തെ തന്നെ പ്രേരണ ഹേതുവായിട്ട്, അങ്ങയുടെ പ്രേരണ കാരണം അസ്മിൻ എല്ലാ ജീവൻകളിലും ത്രിഗുണൈ സ്പഷ്ടം, ത്രിഗുണങ്ങൾ നിറഞ്ഞതാണെങ്കിൽ പോലും തമഹ അതിബഹുലം, തമോ ഗുണം കൂടി നിൽക്കുന്ന അവസ്ഥയിൽ സവികൽപ ബോധകം, അതായത് ഒരു വികൽപ്പത്തിന്റെ ബോധത്തെ ഉളവാക്കുന്നതായ, വികൽപ്പം എന്ന് വെച്ചാൽ എന്താ, അത് ഇത് ഞാൻ
നീ, അതായത് വെവ്വേറെ ആണെന്നുള്ള ഒരു ബോധം, അതാണ് വികല്പം. ആ വികല്പത്തിന്റെ ബോധത്തെ ഉളവാക്കുന്നതായ അഹം തത്വം ചക്രേ, അഹങ്കാരം എന്ന തത്വത്തെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ മായയിൽ സത്വരജ തമോ ഗുണങ്ങളുണ്ട്. അതിൽ സത്വഗുണമേറി നിൽക്കുന്ന അവസ്ഥയിൽ ഒരു നിർവികൽപ്പ ബോധം ജീവങ്കൽ ഉണ്ടായി. അതാണ് ജീവങ്കലിൽ ഒരു, നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു, എല്ലാ ജീവനിലും ഉള്ളിൽ ഒരു ഞാൻ ഞാൻ എന്നൊരു തോന്നലിനെ ഉളവാക്കിയത്. ഇനി ഈ മഹത്തത്വത്തിൽ തന്നെ ഭഗവാനെ അങ്ങയുടെ ഇച്ഛയാൽ, അങ്ങയുടെ പ്രേരണ കാരണമായിട്ട് ഇതിൽ ത്രിഗുണങ്ങളൊക്കെ പെടുന്നുണ്ടെങ്കിൽ പോലും ഇനി ആ തമോ ഗുണമേറി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു അഹങ്കാര തത്വം ഉണ്ടായി. അഹങ്കാര തത്വം എന്ന് വെച്ചാൽ എല്ലാ ജീവന്റെ ഉള്ളിലും ഞാൻ വേറെ നീ വേറെ, അത് വേറെ ഇത് വേറെ എന്നുള്ള ഒരു വെവ്വേറെയാണെന്നുള്ള ഒരു ഭാവം അത് എല്ലാ ജീവങ്കലിലും ഉണർത്തി. അതാണ് അഹങ്കാര തത്വം എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു വികല്പ ബോധം ഉളവാക്കുന്നതായ ഒരു അഹങ്കാര തത്വവും അവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്.